പോരിലേക്ക് സ്വാഗതം. ഇന്ന് കേരള പോരിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കൊല്ലം കോർപ്പറേഷനെ കുറിച്ചാണ്. കാൽ നൂറ്റാണ്ടായി LDF കൈയടക്കി വെച്ചിരിക്കുന്ന കൊല്ലം കോർപ്പറേഷൻ പിടിച്ചെടുക്കാനായാണ് UDF ഇത്തവണ രംഗത്തിറങ്ങിയിരിക്കുന്നത്. കൊല്ലം കോർപ്പറേഷന്റെ നിരവധി അഴിമതികളെ കുറിച്ചും മറ്റും ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ പ്രതിപക്ഷം ഇതുവരെ വിജയിച്ചിരുന്നു. അത് എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത്, അല്ലേ നിതിൻ? തീർച്ചയായും കൊല്ലം കോർപ്പറേഷനെ കുറിച്ച് പറയുമ്പോൾ അഷ്ടമുടിക്കായലും അറബിക്കടലും കൈകോർക്കുന്ന കൊല്ലം നഗരത്തെ ഉള്ളംകൈയിലിട്ട് അമ്മാനമാടാൻ ഇടതുമുന്നണി തുടങ്ങിയിട്ട് 25 വർഷമായി. അതായത് 5 ടേമായി ഇടതുമുന്നണി ഭരിക്കുന്ന കോർപ്പറേഷൻ അവിടെ ഇത്തവണ ഒരു പോരാട്ടത്തിന് കളമൊരുക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. അതോടൊപ്പം തന്നെ കൊല്ലത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലേക്ക് ഓർമ്മ വരിക കശുവണ്ടിയുടെയും കയറിൻ്റെയും നാടാണ് കൊല്ലം. ആ കയറിൻ്റെയും കശുവണ്ടിയുടെയും നാടായ കൊല്ലത്തിനകത്ത് CPM-ന് അതോടൊപ്പം തന്നെ CPI-ക്കും വലിയ സ്വാധീനമുള്ള വലിയ വേരോട്ടമുള്ള മണ്ണാണ്. ദേശീയ പ്രസ്ഥാനങ്ങൾക്കും സ്വാധീനം ഒട്ടും കുറവല്ല. കോൺഗ്രസിൻ്റെതായ ശക്തിയുള്ള ആ കൊല്ലത്തിനകത്ത് ഇത്തവണ കൃത്യമായി പണിയെടുത്താൽ, അതായത് ബൂത്ത് തലത്തിലെ പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായി മുന്നോട്ട് പോയാൽ കൊല്ലം കോർപ്പറേഷനിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ ഒരു വിലയിരുത്തൽ. ഏതായാലും ജനങ്ങളുടെ കോടതിയാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത്. അതോടൊപ്പം BJP-ക്കും സാമാന്യം ഭേദപ്പെട്ട ശക്തി ഉണ്ട് കൊല്ലത്ത്. പല ഡിവിഷനുകളിലും ത്രികോണ മത്സരം നടക്കുന്ന ഒരു കോർപ്പറേഷൻ കൂടിയാണ് കൊല്ലം കോർപ്പറേഷൻ. അതുകൊണ്ട് തന്നെ വാശിയേറിയ പോരാട്ടത്തിനാണ് ഇത്തവണ കൊല്ലം നഗരസഭ സാക്ഷ്യം വഹിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കുമെന്നറിയാൻ നമുക്ക് ഡിസംബർ 13 വരെ കാത്തിരിക്കാം. പക്ഷേ ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥി നിർണയം, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട്. ആ വിലയിരുത്തലിൽ ആർക്കാണ് ഇപ്പോൾ നമുക്ക് കൊല്ലത്ത് ഒരു നേരിയ എഡ്ജ് ഈ സമയത്ത്, അതായത് നാമനിർദ്ദേശ പത്രിക പൂർത്തീകരണം പോലും കഴിഞ്ഞിട്ടില്ല, ഇപ്പോൾ ഒരു നേരിയ എഡ്ജ് ആർക്കാണ് നമുക്ക് വിലയിരുത്താൻ കഴിയും? കൊല്ലം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം 39 സീറ്റ് LDF-നുണ്ട്. LDF-ന് മൃഗീയ ഭൂരിപക്ഷം നമുക്ക് പറയാൻ പറ്റുന്ന തലത്തിലാണ്. കാര്യം UDF-ന് 9 സീറ്റും NDA-ക്ക് 6 സീറ്റും മാത്രമേ നിലവിലുള്ളൂ. ആ ഒരു സ്ഥാനത്താണ് കോൺഗ്രസ് ഒന്നാമത് എത്തേണ്ടത്. അല്ലെങ്കിൽ BJP ആയാൽ പോലും ആ ഒരു സ്ഥാനത്താണ്. ആ ഒരു വലിയ ഭൂരിപക്ഷം മറികടന്ന് വേണം ഇവർക്ക് ഒന്നാമതെത്താൻ. അതൊരു ചോദ്യമാണ്. ഈ പറയുന്ന പോലെ വലിയ വികസനങ്ങളൊന്നും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത്. കോൺഗ്രസ് പ്രതിപക്ഷ പാർട്ടികളും അവിടുത്തെ ജനങ്ങളും പറയുന്നത് അതാണ്. പല മേഖലകളിലും പ്രശ്നങ്ങളുണ്ട്. വേസ്റ്റ് മാനേജ്മെന്റ് കൃത്യമായി കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം നടക്കുന്നില്ല. പല പാർക്കുകളും ഉപയോഗിക്കാൻ കഴിയുന്നില്ല. സ്റ്റേഡിയങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷേ ഈ 39 സീറ്റിൽ നിന്ന് 9 സീറ്റ് 39 സീറ്റ് ഭൂരിപക്ഷമുള്ളിടത്ത് 9 സീറ്റുള്ള UDF-ന് അത് മറികടക്കാൻ ആ മാർജിൻ മറികടക്കാൻ കഴിയുമെന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അതെ, നിലവിൽ ഒരുപാട് അഴിമതി ആരോപണങ്ങൾ കൊല്ലം കോർപ്പറേഷന്റെ മേൽ ആരോപിക്കപ്പെടുന്നുണ്ട്. അതായത് PMAY പദ്ധതിയിലെ ക്രമക്കേടുകളാണ് അതിലൊന്നാമതായിട്ട്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം പട്ടികജാതി വിഭാഗത്തിന് വസ്തുവും വീടും നൽകിയതിൽ അഴിമതി നടന്നതായി 2025 ജൂലൈയിൽ പ്രതിപക്ഷം കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ ആരോപണം ഉന്നയിച്ചിരുന്നു. അപ്പോൾ ശരിക്കും ഈ UDF-ന് പറ്റുന്ന ഒരു പരാജയത്തിന്റെ മെയിൻ കാരണം ഈ പറയുന്ന ആരോപണങ്ങൾ അത് എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഇതുകൂടാതെ ഓഡിറ്റ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ 2023 പുറത്തു വന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഓഡിറ്റ് റിപ്പോർട്ടിൽ കോർപ്പറേഷനിൽ വൻതോതിലുള്ള ധൂർത്തും ക്രമക്കേടുകളും നടന്നതായി കണ്ടെത്തിയിരുന്നു. അതായത് കോവിഡ് സമയത്ത് നടത്തിയിരുന്ന കമ്മ്യൂണിറ്റി കിച്ചൺ ഇതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ചെലവുകൾ പെരുപ്പിച്ചു കാണിച്ചതായി രേഖകൾ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ തൊഴിൽ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് യുവജനങ്ങൾക്ക് തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ അനുവദിച്ച 1.19 കോടി രൂപയിൽ 92.25 ലക്ഷം ചെലവഴിച്ചതായി രേഖപ്പെടുത്തിയെങ്കിലും 60 ലക്ഷം രൂപ ഉപയോഗമില്ലാതെ ബാങ്കിൽ കിടക്കുന്നതായും വായ്പയെടുത്ത പല സംരംഭങ്ങളും യഥാർത്ഥത്തിൽ നിലവിലില്ല എന്നും കണ്ടെത്തുകയുണ്ടായി. അപ്പൊ ഇതെല്ലാം യുവജനങ്ങളിലേക്ക് എത്തിക്കുക, യുവജനങ്ങളുടെ വോട്ട് എന്ന് പറഞ്ഞ ഒരു വലിയൊരു ഘടകമാണ്. അപ്പൊ ഈ ഒരു വിഷയം യുവജനങ്ങളിലേക്ക് എത്തിക്കാൻ UDF അല്ലെങ്കിൽ BJP ഇവർക്ക് എത്രത്തോളം കഴിയുന്നു എന്നതിനെ കൂടി ആശ്രയിച്ചിരിക്കും. പിന്നെ പിൻവാതിൽ നിയമനങ്ങൾ, കോർപ്പറേഷനിൽ പിൻവാതിൽ നിയമനങ്ങൾ വ്യാപകമായി നടക്കുന്നുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ പൊതുവേദികളിൽ ആരോപിച്ചിട്ടുണ്ട്. ഇക്കാര്യവും ജനങ്ങൾക്ക് ബോധ്യപ്പെടണം. എന്നാൽ മാത്രമേ ഈ 25 വർഷത്തെ, അതായത് അതിനെ അപ്രമാദിത്വം എന്ന് തന്നെ പറയണം, 5 വർഷമാണ്, 5 ടേമാണ്. അത് ഈ ആരോപണങ്ങളെല്ലാം എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നതനുസരിച്ചിരിക്കും ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ. ഇത്തവണ കൊല്ലം കോർപ്പറേഷനിൽ കോൺഗ്രസ് അരയും തലയും മുറുക്കിയാണ് രംഗത്തുള്ളത്. അതിന്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് INTUC-യുടെ ജില്ലാ പ്രസിഡന്റ് AK ഹഫീസിനെ മേയർ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നു. AK ഹഫീസിനെ കുറിച്ച് പറയുകയാണ്, അദ്ദേഹം തൊഴിലാളികൾക്കിടയിൽ വളരെ സ്വീകാര്യനായ നേതാവാണ്. കോൺഗ്രസുകാർക്കിടയിൽ മാത്രമല്ല എല്ലാവർക്കും സ്വീകാര്യനായ, പൊതു സ്വീകാര്യനായ
ഹഫീസിനെ രംഗത്തിറക്കി മേയർ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് രംഗത്തിറക്കിയത് വലിയ മുന്നേറ്റം ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ്. കോൺഗ്രസ് ജയിച്ചാൽ മേയറായി കടന്നു വരാൻ സാധ്യതയുള്ള നേതാവ് തന്നെയാണ് ഹഫീസ്. ഹഫീസിനെ സംബന്ധിച്ചിടത്തോളം ആർക്കും എതിരഭിപ്രായമില്ല, രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും എതിരഭിപ്രായമില്ലാത്ത കൊല്ലം നഗരത്തിന് സുപരിചിതനായ കൊല്ലംകാരുടെ ഇഷ്ട രാഷ്ട്രീയ നേതാവായ ഹഫീസിനെ കോൺഗ്രസ് രംഗത്തിറക്കിയതിലൂടെ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് കൊല്ലം കോർപ്പറേഷന്റെ ഭരണം തന്നെയാണ്. അവിടെ കോൺഗ്രസിന് മാത്രമല്ല, കോൺഗ്രസിലെ മറ്റൊരു UDF-ലെ മറ്റൊരു ഘടകകക്ഷിയായ RSPക്കും കൊല്ലത്ത് സ്വാധീനമുണ്ട്. RSPയും കോൺഗ്രസും മുസ്ലിം ലീഗും കേരള കോൺഗ്രസും എല്ലാവരും ഒത്തുചേർന്ന് ഒത്തൊരുമിച്ച് ചേർത്ത് പിടിച്ചാൽ ഇത്തവണ കൊല്ലം കോർപ്പറേഷൻ ഭരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. അതിന് ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കശുവണ്ടി തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അടക്കം കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. തൊഴിലാളി വിരുദ്ധ സർക്കാരിനെതിരെ തൊഴിലാളികളുടെ ഉജ്ജ്വലമായ ത്യാഗോജ്വല പോരാട്ടത്തിന്റെ കഥ പറയുന്ന കൊല്ലത്തിന്റെ മണ്ണിൽ അത്തരത്തിൽ ഒരു പ്രഖ്യാപനം കോൺഗ്രസ് തൊഴിലാളികൾക്ക് അനുകൂലമായ നിലപാട് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്നത്. ആശ്രാമ മൈതാനം, കൊല്ലത്തിന്റെ നഗരഹൃദയത്തിലുള്ള ആശ്രാമ മൈതാനത്തിന്റെ നിലവിലെ ശോചനീയ അവസ്ഥ, നേരത്തെ ചേച്ചി പറഞ്ഞതുപോലെ കൊല്ലം കോർപ്പറേഷൻ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ്. അഴിമതിയിൽ നിന്ന് കൊല്ലത്തെ മോചിപ്പിക്കുക എന്നൊരു വലിയ ദൗത്യമാണ് കോൺഗ്രസും UDF-ഉം ഏറ്റെടുത്തിരിക്കുന്നത്. ആ ഒരു ദൗത്യത്തിന്റെ ചുക്കാൻ പിടിക്കാൻ കോൺഗ്രസ് ഏൽപ്പിച്ചിരിക്കുന്നത് AK ഹഫീസ് എന്ന് പറയുന്ന തൊഴിലാളി നേതാവിനെയാണ്. ഇതിലൂടെ കോൺഗ്രസ് വലിയ മുന്നേറ്റം സൃഷ്ടിക്കുമെന്നാണ് കൊല്ലത്ത് നിന്നും പുറത്തു വരുന്ന വാർത്ത. എന്തായാലും നോമിനേഷൻ പ്രക്രിയ പോലും പൂർത്തീകരിച്ചിട്ടില്ല. സ്ഥാനാർത്ഥി പട്ടിക എല്ലാവരും അന്തിമ സ്ഥാനാർത്ഥി പട്ടിക വന്നു കഴിഞ്ഞു. അപ്പോഴും ആദ്യഘട്ട പ്രചരണത്തിന്റെ അവസാനത്തിലേക്ക് കടക്കുമ്പോൾ നേരിയ എഡ്ജ് കോൺഗ്രസിന് തന്നെയാണ് നമുക്ക് കൊല്ലത്ത് നിന്ന് വിലയിരുത്താൻ കഴിയുന്നു. അവിടെ BJP-യുടെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ് അവർക്ക് പങ്കുവെക്കാറുള്ളത്? നിലവില് BJP-യെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരവും തൃശ്ശൂരും പോലെ ഒരു പ്രതീക്ഷ വെക്കാൻ പറ്റുന്ന ഒരു കോർപ്പറേഷൻ അല്ല കൊല്ലം കോർപ്പറേഷൻ. 6 സീറ്റുകൾ മാത്രമാണ് ഉള്ളത്. ഒരിക്കലും 2ാം സ്ഥാനത്ത് പോലും BJP-ക്ക് വരാൻ സാധ്യത ഇല്ലാത്ത ഒരു കോർപ്പറേഷനാണ്. പിന്നെ കുറച്ച് വോട്ടുകൾ കൂട്ടാം എന്നുള്ളത് മാത്രമാണ് BJP-ക്ക് അവിടെ പ്രതീക്ഷയായി പറയാൻ കഴിയുന്നത്. പിന്നെ നിലവിലെ ഭരണസമിതിയുടെ അഴിമതിയും ധൂർത്തും എല്ലാം പൊതുജനങ്ങളുടെ മുന്നിൽ ബോധ്യപ്പെടുത്തുന്നതിനായിട്ട് പ്രതിപക്ഷ മുന്നണിയായ UDF ഒരു കോർപ്പറേഷൻ കുറ്റവിചാരണ യാത്ര എന്ന് പറഞ്ഞിട്ടൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ UDF കേന്ദ്രങ്ങൾ കരുതുന്നത് പോലെ ഈ ഒരു യാത്ര അവിടുത്തെ സാധാരണക്കാരിൽ എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് തന്നെയാണ് UDF കേന്ദ്രങ്ങൾ കരുതുന്നത്. അതായത് ഈ കൊല്ലം കോർപ്പറേഷന്റെ ദീർഘകാലമായുള്ള ഈ ഒരു ശക്തമായ അവിടെ ഒരു ഭരണവിരുദ്ധ വികാരം ഇപ്പോൾ നിലവിലുണ്ട് എന്നാണ് ഈ ഗ്രൗണ്ട് സ്റ്റഡിയിലൂടെ പലർക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ദീർഘകാലമായുള്ള ഈ ഭരണത്തിൽ ഭരണവിരുദ്ധ വികാരം കൊല്ലത്ത് ശക്തമാണ്. ആ കൊല്ലം ആശ്രാമ മൈതാനത്തിന് സമീപത്ത് നടത്തിയ അനധികൃത നിർമ്മാണങ്ങളുണ്ട്. അവിടെ ബയോഡൈവേഴ്സിറ്റി ഏരിയ ആണ്. നിർമ്മാണം നടത്താൻ പാടില്ലാത്ത ഏരിയയിൽ കോടിക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തുന്നതിന് വേണ്ടി നിർമ്മാണങ്ങൾ നടത്തുകയും അതിനെതിരെ പ്രതിഷേധങ്ങൾ വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അതിൻ്റെ ശബ്ദം അടക്കാൻ വേണ്ടിയിട്ട് ആ ഒരു നിർമ്മാണത്തിന് നാരായണ ഗുരുവിന്റെ പേര് നൽകുകയും ചെയ്തു. നാരായണ ഗുരുവിന്റെ പേര് സാംസ്കാരിക സമിതി എന്ന് പറഞ്ഞിട്ട് പേര്. അതെ. അപ്പൊ എന്തുകൊണ്ടെന്നാൽ ആരെങ്കിലും ഇതിനെ എതിർക്കാൻ വന്നാൽ ഈഴവ സമുദായത്തെ ഒപ്പം നിർത്തിക്കൊണ്ട് ഇത് നാരായണ ഗുരുവിന്റെ പേരിലുള്ള ഒരു സംരംഭത്തിനെ എതിർക്കുകയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് കോടികളുടെ അഴിമതിയാണ് അവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കി വരും. ആ ഭരണവിരുദ്ധ വികാരത്തെ UDF-ന് എങ്ങനെ ഇത് ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കാണേണ്ടിയിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ചേച്ചി CPM കൊല്ലത്താണല്ലോ CPM-ഉം CPI-ലും പൊട്ടിത്തെറികൾ ഉണ്ടായത്. അതും കോൺഗ്രസിന് അനുകൂലമായി വരാൻ സാധ്യതകളുണ്ടല്ലോ. തീർച്ചയായും കൊല്ലം വലിയ ഒരു തെരഞ്ഞെടുപ്പ് ചൂടിൽ തന്നെയാണ്. കൊല്ലത്തിന്റെ മണ്ണ് ആരെ തുണയ്ക്കും. 25 വർഷമായി കൊല്ലം ഉള്ളംകൈയിലിട്ട് അമ്മാനമാടുന്ന ഇടതുമുന്നണിക്ക് വീണ്ടും കൊല്ലത്തെ ജനങ്ങൾ ഒരു അവസരം നൽകുമോ, അതോ അഴിമതിയുടെ കൂത്തരങ്ങായി മാറി കൊല്ലം കോർപ്പറേഷൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ആ മുദ്രാവാക്യം, UDF-ന്റെ മുദ്രാവാക്യം കൊല്ലത്തെ ജനങ്ങൾ ഹൃദയത്തോട് ചേർത്ത് ഏറ്റെടുക്കുമോ? BJP-ക്ക് അവിടെ അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയുമോ? കൊല്ലത്തിന്റെ മണ്ണിൽ 6 സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ തവണ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തവണ കൂടുതൽ ഇടങ്ങളിൽ താമര വിരിയിക്കാൻ BJP-ക്ക് കഴിയുമോ എന്നാണ് നമ്മൾ കൃത്യമായി പരിശോധിച്ചത്. എന്തായാലും അനുകൂലമായ ഘടകം, UDF-ന് അനുകൂലമായ ഒരുപാട് ഘടകങ്ങൾ കൊല്ലത്തുണ്ട്. അതിൽ ഒന്നാമത്തെ ഘടകം AK ഹഫീസിനെ സ്ഥാനാർത്ഥിയായി നിയോഗിച്ചതിലൂടെ ആദ്യഘട്ട കടമ്പ കോൺഗ്രസ് കടന്നു കഴിഞ്ഞു. അഴിമതിയും ധൂർത്തും സ്വജനപക്ഷപാതവും ചർച്ചയാക്കുന്ന കൊല്ലത്തെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴുള്ള ആ നേരിയ എഡ്ജ് കോൺഗ്രസിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ ഡിസംബർ 13-ന് വോട്ടെണ്ണി കഴിയുമ്പോൾ കൊല്ലത്ത് അപ്രതീക്ഷിതമായ ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് വിലയിരുത്താം. അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ ഭരണം തന്നെ കൊല്ലത്ത് തുടരുമെന്ന് നമുക്ക് ഇപ്പോൾ വിലയിരുത്താൻ കഴിയും. തീർച്ചയായും.